topic hydrocarbon. What is hydrocarbon? ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ എലമെന്റ് മാത്രമായിരിക്കും വരുന്നത്? ഹൈഡ്രോകാർബൺ, ഹൈഡ്രജനും കാർബണും. അപ്പൊ ഹൈഡ്രജനും കാർബണും മാത്രം വരുന്ന കോമ്പൗണ്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോകാർബൺസ്. വാട്ട് ഈസ് ഹൈഡ്രോകാർബൺ? The compound which contains carbon and hydrogen is known as hydrocarbons. ഒരു കോമ്പൗണ്ട് എടുത്താൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോകാർബൺ. Then classification of hydrocarbon. Hydrocarbons are mainly classified into two types. First one saturated and second one unsaturated compounds. അപ്പൊ ഹൈഡ്രോകാർബണിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കോവാലന്റ് ബോണ്ടിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹൈഡ്രോകാർബണിനകത്ത് സിംഗിൾ ബോണ്ട് മാത്രമായിരിക്കും വരുന്നത്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണില്ല. സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന ഹൈഡ്രോകാർബണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പൊ ഹൈഡ്രോകാർബൺസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് മീൻസ് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. അങ്ങനെയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബിളും വരാം, ട്രിപ്പിളും വരാം. നമ്മളൊരു ഹൈഡ്രോകാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ ഹൈഡ്രോകാർബൺ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. Hydrocarbons are mainly divided into two types, saturated and unsaturated. Saturated means the compound which contains single bond. Unsaturated compound which contains double or triple bond. ഇനി വീണ്ടും ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അറിയപ്പെടുന്ന വേറെ ഒരു പേരുണ്ട്. ഇതിനെ പറ്റി ഇനി നമുക്ക് പറയാം. Classification of hydrocarbons. Hydrocarbons are mainly divided into two types, saturated and unsaturated. Saturated single bond, unsaturated double or triple bond. ഇനി ഈ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് അറിയപ്പെടുന്ന വേറെ ഒരു പേരാണ് ആൽക്കെയ്ൻസ്. ഈ AN വരുവാണെങ്കിൽ നമ്മൾ കോമ്പൗണ്ടിന്റെ നെയിം എഴുതുമ്പം അത് ചെന്ന് അവസാനിക്കുന്നത് ANEയിലാണെങ്കിൽ ഓർത്തോണം അതിനകത്ത് വരുന്ന ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഡബിളും വരാം, ട്രിപ്പിളും വരാം. അതിന്റെ ബേസിസിൽ ഇറ്റ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീൻസ് ENEയിലാണ് ചെന്ന് അവസാനിക്കുന്നതെങ്കിൽ അതിനകത്തെ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇനി ഇത് ചെന്ന് അവസാനിക്കുന്നത് YNEയിലാണെങ്കിൽ അതിനെ നമ്മൾ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ആൽക്കെയ്ൻസ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻടു ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീൻസ് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്, ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഇനി നമ്മളൊരു ഹൈഡ്രോകാർബണിന്റെ നെയിം ചെയ്യുന്നതിനെ പറ്റിയാ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഹൈഡ്രോകാർബണിനകത്ത് ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തിലായിരിക്കും. എനിക്കറിയാവുന്ന കാര്യമാണ് മീഥേൻ. മീഥേൻ അതിന്റെ ഫോർമുല CH4 എന്നാ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്? മെത്ത്. ഇനി മീഥേൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ബോണ്ട് സിംഗിൾ ബോണ്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഏതിനകത്തോട്ട് ഈ നെയിം ചെന്ന് അവസാനിക്കുന്നത് ഏതിലായിരിക്കും? ANE, മീഥേൻ. അപ്പൊ മെത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ആ കോമ്പൗണ്ടിനകത്ത് ഒരൊറ്റ കാർബണേ ഉള്ളൂ. ANE കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അതിനകത്തെ ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിനകത്ത് രണ്ട് കാർബൺ വരുവാണെങ്കിൽ അതിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എത്തിലായിരിക്കും.
ഡബിൾ ബോണ്ട് ആണെങ്കിൽ എത്ത് കഴിഞ്ഞിട്ട് ENE കൊടുക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE കൊടുക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഈതെയ്ൻ. ഇതിന്റെ ഫോർമുല C2H6 എന്നാ വരുന്നത്. അപ്പൊ ഈതെയ്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, ഈ എത്തിലാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എത്ര കാർബൺ ഉണ്ടായിരിക്കും? 2 കാർബൺ. ഇനി ANEയിലാ ചെന്ന് അവസാനിക്കുന്നത് എങ്കിൽ ഇതിനകത്തെ ബോണ്ട് ഏതായിരിക്കും? സിംഗിൾ ബോണ്ട്. ഇനി ഈ തീനെന്നാ വരുന്നത്. ഈ തീനാണെങ്കിൽ എത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2 കാർബണേ ഉള്ളൂ. ENE കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിനകത്തെ ബോണ്ട് എന്താണ്? ഡബിൾ ബോണ്ട്. ഇനി ഈ തൈൻ എത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് 2 കാർബൺ. YNE വന്നുകൊണ്ട് നമുക്കറിയാം അതിനകത്തെ ബോണ്ട് എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. അതേപോലെ ഇനി ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 കാർബൺ ആറ്റംസ് ഉണ്ട് എങ്കിൽ അതിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊപ്പിലായിരിക്കും. സിംഗിൾ ആണെങ്കിൽ ANE കൊടുക്കുക, ഡബിൾ ആണെങ്കിൽ ENE, ട്രിപ്പിൾ ആണെങ്കിൽ YNE. പ്രൊപ്പൈൻ, പ്രൊപ്പീൻ, പ്രൊപ്പൈൻ അങ്ങനെ പോകും. ഇനി 4 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്യൂട്ടിലായിരിക്കും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബ്യൂട്ടൈൻ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ബ്യൂട്ടീൻ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ബ്യൂട്ടൈൻ YNE. ദെൻ പെന്റ്. 5 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ പെന്റ്. എന്നിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടിനനുസരിച്ച് ANEയോ ENEയോ YNEയോ കൊടുക്കുക. ദെൻ 6 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ഹെക്സി സ്റ്റാർട്ട് ചെയ്യും. 7 ആണ് എങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 വന്നാൽ നോൺ, 10 വന്നാൽ ഡെക്ക്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഇത് അറിഞ്ഞിരിക്കണം. ഒരു കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനകത്ത് ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തിലായിരിക്കും. ബോണ്ടിനനുസരിച്ച് ANE കൊടുക്കും. ഇനി 2 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ത്. സിംഗിൾ ആണെങ്കിൽ ANE, ഡബിൾ ആണെങ്കിൽ ENE, ട്രിപ്പിൾ ആണെങ്കിൽ YNE. 3 കാർബൺ ആറ്റംസ് പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നോൺ ആൻഡ് 10 ഡെക്ക്. ഓക്കെ. ദെൻ ഫസ്റ്റ് ആൽക്കെയിൻ. ആൽക്കെയിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആണ്. ഫസ്റ്റ് മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? മെത്ത്. ഒരു കാർബണിലായിരിക്കുമല്ലോ തുടങ്ങുന്നത്. ANE സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ എല്ലാം നമ്മൾ ഏതാ കൊടുക്കുന്നത്? ANE. സെക്കൻഡ് വരുവാണെങ്കിൽ ഈതെയ്ൻ, തേർഡ് പ്രൊപ്പൈൻ, ഫോർത്ത് കാർബൺ വന്നു കഴിഞ്ഞാൽ 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ടൈൻ, 5 കാർബൺ ഉണ്ട് എങ്കിൽ പെന്റൈൻ, 6 കാർബൺ ആറ്റംസ് വന്നാല് ഹെക്സൈൻ, 7 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ഹെപ്റ്റൈൻ, then 8 carbon atoms octane, 9 nonane, 10 decane. ഇതാണ് ആൽക്കെയിൻസിനകത്ത് വരുന്ന മെമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പമാർഗം ഉണ്ട്. ഈ ആൽക്കെയിന് ഒരു ജനറൽ ഫോർമുലയുണ്ട്, CnH2n+2. ഇതാണ് ജനറൽ ഫോർമുല ഫോർ ആൽക്കെയിൻ. ജനറൽ ഫോർമുല ഫോർ ആൽക്കെയിൻ CnH2n+2. ഈ ജനറൽ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഓരോന്നിന്റെയും മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം. ഹിയർ n represent number of carbon atom. Number of carbon atom. ഫസ്റ്റ് മെമ്പർ നമ്മൾ എടുത്താൽ മീഥെയ്നാ വരുന്നത്. മെത്ത് എന്ന് കേട്ടാൽ നമുക്ക് അറിയാമല്ലോ, നമ്പർ ഓഫ് കാർബൺ ആറ്റം 1. Then substituting the value of n here, we get molecular formula. General formula CnH2n+2 ആണ്. ഇവിടെ n-ന്റെ വാല്യൂ 1 ആണ്. കാരണം മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബണിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം Cn1, H2n 2 into 1 plus 2. We get C. 1 കാർബൺ ആണെങ്കിൽ നമ്മൾ എഴുതിയില്ലേ, കുഴപ്പമില്ല. C H 2 into 1 2 plus 2 4. നമുക്ക് കിട്ടിയല്ലോ മീഥെയ്ന്റെ മോളിക്കുലാർ ഫോർമുല CH4. Then ഈഥെയ്ൻ.
എത്ത് വന്നാൽ അറിയാം നമ്പർ ഓഫ് കാർബൺ ആറ്റം 2. So n is equal to 2. Substituting the value of ethane. Then we get C N2 H 2n 2 into n2 plus 2. We get C2 2 into 2 4 plus 2 6. Molecular formula of ethane 6 C2H6. ഇങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് CnH2n+2. ഇതൊന്ന് ഓർത്തിരുന്നോണ്. നെക്സ്റ്റ് ആൽക്കീൻ. ആൽക്കീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരിക്കലും ഹൈഡ്രജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞായിരുന്നു ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണം. ഇപ്പൊ ഹൈഡ്രജൻ എടുത്താൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതിന് 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാനേ പറ്റൂ. അതുകൊണ്ട് അത് ഫോം ചെയ്യുന്ന ബോണ്ട് എന്തായിരിക്കും? സിംഗിൾ ബോണ്ടാ. പക്ഷെ ഇവിടെ ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടാ. ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അതിൽ കാർബണും ഹൈഡ്രജനും തമ്മിൽ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. പിന്നെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര കാർബണെങ്കിലും വേണം? 2 കാർബണെങ്കിലും വേണം. എങ്കിലേ അവിടെ എന്ത് ഫോം ചെയ്യാൻ പറ്റൂ? ഡബിൾ ബോണ്ട്. നമ്മൾ ആൽക്കൈൻ എടുത്തപ്പോൾ ഫസ്റ്റ് മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തിലായിരുന്നു. 1 കാർബണും 4 ഹൈഡ്രജനും. അവിടെ സിംഗിൾ ബോണ്ടാ. പക്ഷെ ഇവിടെ എത്തിലെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മെത്ത് എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 2 കാർബൺ വേണം. അതുകൊണ്ട് ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈത്തീൻ ആയിരിക്കും. ഈത്തീൻ. ദെൻ പ്രൊപ്പീൻ. സെക്കൻഡ് മെമ്പർ ആണ് പ്രൊപ്പീൻ. തേർഡ് മെമ്പർ എന്ന് പറയുന്നത് ബ്യൂട്ടീൻ. ഇങ്ങനെ ആയിരിക്കും താഴോട്ട് വരുന്നത്. ഇങ്ങനെ ഹയർ മെമ്പറിലോട്ട് പോകും. ഇനി ഇതിന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ജനറൽ ഫോർമുല ഫോർ ആൽക്കീൻ CnH2n. ആൽക്കൈൻ വന്നപ്പം അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു +2 ഉണ്ട്. പക്ഷെ ഇവിടെ CnH2n. ഇതാണ് ജനറൽ ഫോർമുല ഫോർ ആൽക്കീൻ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നിന്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലാർ ഫോർമുല. എക്സാമ്പിൾ ഈഥീൻ. എത്ത് വന്നതുകൊണ്ട് n = 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Cn എന്നുള്ളത് 2, H2n 2 into 2. We get C2H4. Molecular formula of ethene C2H4. Then propene. Prop എന്ന് പറഞ്ഞാൽ തേർഡ്. n = 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C3 H2 into 3. We get C3H6. ഇങ്ങനെ ബ്യൂട്ടീൻ, പെന്റീൻ, അങ്ങനെ ഓരോന്നിന്റെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. എനിവേ ജനറൽ ഫോർമുല ഫോർ ആൽക്കീൻ CnH2n. പിന്നെ ആൽക്കീൻ കണ്ടുപിടിക്കാൻ ഒരു മാർഗം, കാർബണാറ്റത്തിന്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും ഹൈഡ്രജനിൽ വരുന്നത്. 2 ആണെങ്കിൽ ഹൈഡ്രജൻ 4 വരും. 3 വന്നാൽ 6, 4 വന്നാൽ 8, അങ്ങനെ പോകും. നെക്സ്റ്റ് ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള കോമ്പൗണ്ട് ആയിരുന്നു? ട്രിപ്പിൾ ബോണ്ട്. ഇവിടും അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. കാരണം ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് 3 പെയർസ്. ഒരാറ്റം 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ എന്തായാലും ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറ്റുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? കാർബൺ. അതുകൊണ്ട് ഇവിടെയും ഫസ്റ്റ് മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ തന്നെ ആയിരിക്കും? എത്തിൽ തന്നെ ആയിരിക്കും. ഫസ്റ്റ് മെമ്പർ ഈത്തൈൻ YN വരും. ദെൻ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഇങ്ങനെ വരും. താഴോട്ട് ഹയർ മെമ്പറിലോട്ട് പോകും. ദെൻ ജനറൽ ഫോർമുല. ആൽക്കൈന്റെ ജനറൽ ഫോർമുലയാണ് CnH2n-2. അപ്പൊ AN നമ്മൾ തുടങ്ങിയപ്പം AN വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എന്ത് വരുമായിരുന്നു? ഒരു +2 വരുമായിരുന്നു. EN വരുന്നുണ്ട്, +2 ഇല്ല. ഇവിടെ മാത്രം നിൽക്കുമായിരുന്നു CnH2n വന്ന് നിൽക്കും. 0 വെക്കാം നമുക്ക്.
ഇനി yn വരുന്നുടനെ CnH2ന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് വരും -2. അപ്പൊ an വരുമ്പോ എല്ലാത്തിനും ഈ ഒരു CnH2n കോമൺ ആണ്. an വരുമ്പോ അഡീഷണൽ ആയിട്ട് +2 ഉണ്ട്, en വരുമ്പോ ഒന്നുമില്ല, CnH2n നിൽക്കോ, yn വരുമ്പോ -2. ഇനി നമുക്ക് ഓരോന്നിന്റെയും മോളിക്കുലാർ ഫോർമുല ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഈത്തൈൻ. എത്തായതുകൊണ്ട് n ഈക്വൽ നമുക്ക് എന്തെന്ന് കൊടുക്കാൻ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C2H2n 2 into 2 minus 2. We get C2. 2 into 2 4 minus 2 2. So molecular formula of ethyl C2H2. Then propyne. Propyne n is equal to 3. Substitute ചെയ്താൽ C3H2n 2 into n3 minus 2. We get C3. 2 into 3 6 minus 2 4. C3H4. ഇതാണ് പ്രൊപ്പൈന്റെ മോളിക്കുലാർ ഫോർമുല. ഇങ്ങനെ ഓരോന്നിന്റെയും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളിപ്പം കണ്ടത് ഹൈഡ്രോ കാർബൺസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തു വെച്ചാണ്? സിംഗിൾ ബോണ്ട്. എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ ബോണ്ട്. ദെൻ ആൽക്കീൻ, en എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അവിടുത്തെ ബോണ്ട് ഡബിൾ ബോണ്ട്. ദെൻ ആൽക്കൈൻ, yn വന്ന ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഈ ഓരോന്നിനെയും ഇതൊരു സീരീസ് ഓഫ് കോമ്പൗണ്ട് ആണ് ഇവിടെ. ഇപ്പം മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഇങ്ങനെ ഹയർ മെമ്പറിലോട്ട് പോവാം. ഇതെല്ലാം ആൽക്കൈനകത്ത് വരുന്ന മെമ്പേഴ്സ് ആണ്. ഇതിനെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചാണ്? ആൽക്കൈനകത്ത് വരുന്ന മെമ്പേഴ്സിനകത്തെല്ലാം നമുക്കറിയാം സിംഗിൾ ബോണ്ട്. അതുപോലെ ആൽക്കീന്റെ കുറെ മെമ്പേഴ്സ് ഉണ്ട്, അതിന്റെ എല്ലാം ബോണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. അതേപോലെ yn ആൽക്കൈനിലോട്ട് എന്ന് കഴിഞ്ഞാൽ അവിടും കുറെ മെമ്പേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. ഇനി ഇതിനെല്ലാം ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ആ ജനറൽ ഫോർമുലയെന്നാണ് നമ്മളിപ്പം മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തായിരുന്നല്ലോ. ആൽക്കെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനറൽ ഫോർമുല CnH2n+2. en വരുന്നുണ്ട് CnH2n, yn വന്ന CnH2n-2. ഇനി നമുക്ക് ഇതിന്റെ അഡ്ജസന്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ആൽക്കൈനെ നമുക്ക് നോക്കാം. മീതെയിനും ഈതെയിനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഹൈഡ്രജന്റെ നോക്കിക്കഴിഞ്ഞാൽ ഹയറിൽ നിന്ന് നമ്മൾ ലോവർ മെമ്പേഴ്സ് മൈനസ് ചെയ്യുക. ഹൈഡ്രജൻ 6, ഈതെയിനകത്ത് 6, മീതെയിനകത്ത് 4. അപ്പൊ മൈനസ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? H2. ദെൻ കാർബൺ 2 -1 1 CH2. ദെൻ പ്രൊപ്പും എത്തും കൂടെ എടുക്കുക. ഡിഫറൻസ് ഹൈഡ്രജൻ 8 - 6 2. ദെൻ കാർബൺ 3 - 2 1 CH2 എന്ന് കിട്ടി. ദെൻ ബ്യൂട്ടും പ്രൊപ്പൂടെ എടുത്തു കഴിഞ്ഞാലും ഡിഫറൻസ് 10 - 8 2. കാർബൺ 4 - 3 CH2. ഇങ്ങനെ ഏതൊരു അഡ്ജസന്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തന്നെ വരും? CH2. അപ്പൊ ലോവർ മെമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഹയർ മെമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു പോയാൽ മതി? CH2. ഇപ്പൊ നമുക്ക് മീതെയിന്റെ അറിയാം CH4 എങ്കിൽ ഈതെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ ഒരു CH2 ആഡ് ചെയ്താൽ പോരെ? നമുക്ക് കിട്ടും H6C2H6. ഇനി അടുത്ത പ്രൊപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈതെയിന്റെ ഫോർമുലയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? CH2. 6 + 2 8, 2 + 1 3. അപ്പൊ ലോവർ മെമ്പറിൽ നിന്ന് നെക്സ്റ്റ് ഹയർ മെമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? CH2. നെക്സ്റ്റ് നമുക്കിനി ആൽക്കീനിലോട്ട് പോവാം. നമുക്ക് എത്തും പ്രൊപ്പും കൂടെ എടുക്കാം. ഡിഫറൻസ് എടുത്താൽ ഹൈഡ്രജൻ 6 - 4 2, കാർബൺ 3 - 2 1. ദെൻ ബ്യൂട്ടും പ്രൊപ്പും കൂടെ എടുത്താൽ 8 - 6 2, കാർബൺ 4 - 3 CH2. നെക്സ്റ്റ് സിമിലർ ആയിരിക്കുമല്ലോ. 10 - 8 2, കാർബൺ 5 - 4 CH2. ഇവിടും സെയിം തന്നെയല്ലേ വരുന്നത്?
ആൽക്കീൻ എടുത്തു കഴിഞ്ഞാലും അഡ്ജസന്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? CH2. അപ്പൊ ലോവറിൽ നിന്നും നെക്സ്റ്റ് ഹയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? CH2 ആഡ് ചെയ്യുക. ദെൻ ആൽക്കൈൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 - 2 H2, 3 - 2 1. ദെൻ ബ്യൂട്ടും പ്രൊപ്പും കൂടെ നോക്കിയാൽ 6 - 4 2 കാർബൺ, 4 - 3 CH2. ഇങ്ങനെ അഡ്ജസ്റ്റന്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? CH2. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ആൽക്കൈനോ ആൽക്കീനോ ആൽക്കൈനോ എന്തുവാണെങ്കിലും ശരി, അഡ്ജസ്റ്റന്റ് അടുത്തടുത്ത് വരുന്ന രണ്ട് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? CH2. ലോവർ അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഹയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? CH2 ആഡ് ചെയ്യുക. ഇനി ഹയറിൽ നിന്ന് ലോവറിലോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CH2 മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ അറിയപ്പെടുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. ആൽക്കൈനെ നമുക്കൊരു ഹോമോലോഗസ് സീരീസ് എന്ന് പറയാം. ആൽക്കീനെ നമുക്ക് ഹോമോലോഗസ് സീരീസ് എന്ന് പറയാം. അതേപോലെ YNE ആൽക്കൈനെ. അപ്പൊ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ്. നമ്മൾ ആൽക്കൈൻ എടുത്തു കഴിഞ്ഞാൽ കുറെ മെമ്പേഴ്സ് ഉണ്ട്. ആൽക്കീൻ എടുത്തു കഴിഞ്ഞാലും കുറെ മെമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ആൽക്കൈനിലും വരുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മള് ആൽക്കൈൻ എടുത്തു കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ട് വെച്ചാണ്. ആൽക്കീൻ ഡബിൾ ബോണ്ട്, YNE വന്ന ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ജനറൽ ഫോർമുല. ഇതിനെല്ലാം ഒരു ജനറൽ ഫോർമുല ഉണ്ടല്ലോ. ആൽക്കൈൻ എടുത്താലുണ്ട്, ആൽക്കീൻ ഒരു ജനറൽ ഉണ്ട്, ആൽക്കൈനും ഉണ്ട്. ഇങ്ങനെയുള്ള സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. അപ്പൊ വാട്ട് ഈസ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസ് ഈസ് എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ജനറൽ ഫോർമുല. അപ്പൊ ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും കോമൺ ആയിട്ട്. അതേപോലെ തന്നെ അതിനൊരു കോമൺ ജനറൽ ഫോർമുലയും ഉണ്ടായിരിക്കും. ദെൻ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കിപ്പം കിട്ടി. അഡ്ജസന്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? CH2. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് അഡ്ജസന്റ് മെമ്പേഴ്സ് ഹാവിംഗ് എ ഡിഫറൻസ് ഓഫ് CH2 ഗ്രൂപ്പ്. നെക്സ്റ്റ് ഇതിന്റെ എല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഇപ്പൊ ആൽക്കൈനിലെ ഏതൊരു മെമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതുപോലെ ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന മെമ്പേഴ്സിന്റെ എല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതേപോലെ തന്നെ ആയിരിക്കും ആൽക്കൈൻ. അപ്പൊ പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് adjacent members having a difference of CH2 group. Then second point, ഇതിന്റെ എല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? സെയിം ആണ്. സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. തേർഡ് പോയിന്റ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ലോവറിൽ നിന്ന് ഹയറിലോട്ട് വരുന്തോറും ഗ്രാജുവലായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ലോവർ മെമ്പറിന് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കത്തില്ല അങ്ങ് നമ്മൾ ഹയറിലോട്ട് പോകുന്തോറും. ഇത്രയാണ് ഹോമോലോഗസ് സീരീസിന്റെ പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, വാട്ട് ഈസ് ഹോമോലോഗസ് സീരീസ്? റൈറ്റ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം ജനറൽ ഫോർമുല ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. Properties, adjacent members having a difference of CH2 group. Next, same chemical properties. Third point, physical properties gradually changes from lower to higher members. Okay. ഇനി ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. മറ്റുള്ള എലമെന്റിനെ അപേക്ഷിച്ച് കാർബൺ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ഫസ്റ്റ് റീസൺ ആണ് കാർബണിന്റെ വാലൻസി ഫോർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേബിൾ ആക്കാൻ പറ്റും. അതാണ് ടെട്രാ വാലൻസി. ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺ. അതാണ് ഒരു പ്രോപ്പർട്ടി. നെക്സ്റ്റ്, കാറ്റിനേഷൻ. കാർബണിന് മറ്റുള്ള കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് ലോങ് ചെയിൻ കോമ്പൗണ്ട് ഫോം ചെയ്യാം. ഒന്നി സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്തുവാണെങ്കിലും ശരി, കാർബൺ ആറ്റം കമ്പൈൻ ചെയ്ത് ലോങ് ചെയിൻ കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബൺ ഒരു 60 കാർബൺ ആറ്റം വരെ കമ്പൈൻ ചെയ്തു പോകും.
ബക്മിനിസ്റ്റർ ഫുള്ളറിൻ എന്ന് പറയുന്ന കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. അതിനകത്ത് 60 കാർബൺ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ മീൻസ് കാർബൺ കമ്പൈൻസ് വിത്ത് അതർ കാർബൺ ആറ്റംസ് ടു ഫോം ലോങ് ചെയിൻ കോമ്പൗണ്ട്സ്. ഈ രണ്ട് റീസൺ ആണ് കാർബൺ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, 2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാം. ഫസ്റ്റ് വാട്ട് ഈസ് കാറ്റിനേഷൻ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് കാറ്റിനേഷൻ? കാർബൺ കമ്പൈൻസ് വിത്ത് അതർ കാർബൺ ആറ്റംസ് ടു ഫോം ലോങ് ചെയിൻ കോമ്പൗണ്ട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് കാർബൺ ഫോം ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്. വൈ? ഫസ്റ്റ് പോയിന്റ് ടെട്രാവാലൻസി. ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺസ്. സെക്കൻഡ് പോയിന്റ് കാറ്റിനേഷൻ. എന്നിട്ട് കാറ്റിനേഷൻ എന്താണെന്ന് എഴുതുക.